കേരള സർവകലാശാല താൽക്കാലിക വിസി ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുമായി കൂടിക്കാഴ്ച നടത്തി. രജിസ്ട്രാറുടെ സസ്പെൻഷൻ പിൻവലിച്ച സിൻഡിക്കേറ്റ് നടപടി നിയമപരമല്ലെന്നും സിൻഡിക്കേറ്റ് യോഗം ചേരണമെങ്കിലും വൈസ് ചാൻസലർ അധ്യക്ഷത വഹിക്കണമെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ പ്രതികരിച്ചു. അതേസമയം സർവകലാശാല നിയമങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് അറിവില്ലെന്ന് സിൻഡിക്കേറ്റ് അംഗം ജി മുരളീധരൻ പ്രതികരിച്ചു. തൃശൂരിൽ സ്വകാര്യ ചടങ്ങിനെത്തിയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുമായി രാമനിലയത്തിൽ വെച്ചാണ് കേരള സർവകലാശാല താൽക്കാലിക വിസി മോഹനൻ കുന്നുമ്മൽ കൂടിക്കാഴ്ച നടത്തിയത്. 40 മിനിറ്റിലേറെ നീണ്ട കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മോഹനൻ കുന്നുമ്മൽ മാധ്യമങ്ങളെ കണ്ടു. രജിസ്ട്രാറുടെ സസ്പെൻഷൻ പിൻവലിച്ച സിൻഡിക്കേറ്റ് നടപടിയെ അദ്ദേഹം തള്ളിപ്പറഞ്ഞു. സിൻഡിക്കേറ്റ് ചേരണമെങ്കിൽ വൈസ് ചാൻസലർ അധ്യക്ഷത വഹിക്കണമെന്ന് മോഹനൻ കുന്നുമ്മൽ പ്രതികരിച്ചു. സിൻഡിക്കേറ്റ് കൂടിയിട്ടില്ല. സിൻഡിക്കേറ്റ് എങ്ങനെയാണ് കൂടുക? സിൻഡിക്കേറ്റ് കൂടണമെങ്കിൽ അതിന് വൈസ് ചാൻസലർ അധ്യക്ഷത വഹിക്കണം. എന്നിട്ട് അതിലൊരു തീരുമാനമെടുക്കണം. ആ തീരുമാനം വൈസ് ചാൻസലർ അപ്രൂവ് ചെയ്യണം. എന്നിട്ട് ആ തീരുമാനം ഇംപ്ലിമെന്റ് ചെയ്യാൻ വൈസ് ചാൻസലർ ഒപ്പിടണം. സംഭവങ്ങളെല്ലാം ഭരണത്തലവൻ എന്ന നിലയിൽ ഗവർണറെ ബോധിപ്പിച്ചിട്ടുണ്ട്. കേരള യൂണിവേഴ്സിറ്റിയുടെ അധിക ചുമതല ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ലെന്നും മോഹനൻ കുന്നുമ്മൽ പറഞ്ഞു. എനിക്കൊന്നും ചെയ്യാൻ നിവൃത്തിയില്ല. ഞാൻ ആ കാര്യങ്ങൾ ഗവർണർ സാറെ അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം അത് മുഴുവൻ കേട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും സംസ്ഥാനത്തിൻ്റെ ഭരണ അധിപൻ എന്ന നിലയിൽ അദ്ദേഹം യുക്തമായ തീരുമാനമെടുക്കും എന്നാണ് എൻ്റെ വിചാരം. ഞാൻ ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല. കാരണം ഞാൻ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നതിന് എനിക്ക് യാതൊരു വിരോധവും. അതേസമയം മോഹനൻ കുന്നുമ്മലിന് സർവകലാശാല നിയമങ്ങളെക്കുറിച്ച് അറിവില്ലെന്നും വിസിയുടെ കയ്യും കാലും വെട്ടുമെന്ന് ആരും പറഞ്ഞിട്ടില്ലെന്നും സിൻഡിക്കേറ്റ് അംഗം ജി മുരളീധരൻ പറഞ്ഞു. വിസി ഇവിടെ എത്തി സിൻഡിക്കേറ്റ് യോഗം ചേരണമെന്നാണ് ആവശ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സത്യത്തിൽ ഒരു വൈസ് ചാൻസലറുടെ ഭാഗത്തുനിന്ന് വരേണ്ട പ്രതികരണമാണോ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്? വൈസ് ചാൻസലർ തെറ്റായെടുത്ത ഒരു നടപടി സിൻഡിക്കേറ്റ് റദ്ദു ചെയ്തു റിപ്പോർട്ട് ചെയ്തപ്പോൾ ആരാണ് അദ്ദേഹത്തിന് ഫയൽ നോക്കാൻ അനുവദിക്കാത്തത്? പച്ചക്കള്ളമല്ലേ പറയുന്നത്? ഈ വൈസ് ചാൻസലർ ബോധപൂർവം ഇവിടെ പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ്. ഈ സർവകലാശാലയെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടെങ്കിൽ ആ പ്രതിസന്ധിയുടെ ഉത്തരവാദി താൽക്കാലിക വൈസ് ചാൻസലറാണ്. ചോദ്യങ്ങളോട് അസഹിഷ്ണുതയോടെയായിരുന്നു മോഹനൻ കുന്നുമ്മലിന്റെ പ്രതികരണം. മാധ്യമങ്ങളുടെ പേര് ചോദിച്ചുള്ള മറുപടി ചോദ്യം ചെയ്തതോടെ പ്രതികരണം അവസാനിപ്പിച്ച് ഇറങ്ങിപ്പോവുകയായിരുന്നു. കാരണം നിങ്ങളിൽ മര്യാദ കേടല്ല, നിങ്ങൾ മര്യാദ കേടുള്ള ന്യൂസ് പറയുന്ന ആളുകൾ കൊണ്ടാണ്. നിങ്ങൾക്ക് മര്യാദ കേട് കാണിക്കാമെങ്കിൽ നിങ്ങളെ മര്യാദ പഠിപ്പിക്കാൻ എനിക്കറിയാം. കൈരളി ന്യൂസ്, തൃശൂർ.